നമ്മള് സാധാരണക്കാരായ ജനങ്ങൾക്ക് നമുക്ക് ജീവിക്കണം, അത്രയും നമ്മൾ പറയുന്നുള്ളൂ. നമുക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല. ഒരു ഹബ്ബാണ് ഇവരുടെ. അത് ഇതിന്റെ അടുത്തായിരുന്നു ഹബ്ബ് ഉണ്ടായിരുന്നത്. ആളൊഴിഞ്ഞ വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ. ആ പാട്ടിക്കാട് ഹബ്ബാണ്. ഇനിയിപ്പോ ഇവരിപ്പോ പറഞ്ഞത് കാരണം ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ബോംബ് ഇതാരും പേടിക്കണ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബെറിഞ്ഞു നശിപ്പിക്കും. ഇതാണ് സ്ഫോടനം നടന്ന വീട്. ഈ വീട്ടിൽ നിന്നും വെളിപ്പെടുത്തൽ നടത്തിയ യുവതിയുടെ വീട്ടിലേക്ക് വെറും 50 മീറ്റർ ദൂരം മാത്രമാണുള്ളത്. പലരും പേടിച്ചിട്ടാണ് പറയുന്നത്. കാരണം ഇവരുടെ വീടുകളിൽ ബോംബെറിയും, ഇല്ലെങ്കിൽ വീടുകൾ ജീവിക്കാൻ അനുവദിക്കില്ല. അപ്പോൾ ഇതാണ് ആ യുവതിയുടെ വീട്. 50 മീറ്റർ മാത്രമാണ് ഈ ദൂരവ്യത്യാസം. യുവതി വെളിപ്പെടുത്തനുസരിച്ച് ഇവിടെ നേരത്തെയും ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം നടക്കുകയും അതിൽ ബോംബ് ഒളിപ്പിച്ചു വെക്കുകയും അത് പോലീസരെ അത് മാറ്റിവെക്കുകയും ചെയ്തു എന്നതാണ്. അപ്പം ഞങ്ങളിപ്പോൾ സാധാരണക്കാരുടെ ഒരു അവകാശമാണ് ഞങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ. ഞങ്ങളെ കുട്ടികൾ കളിക്കുമ്പോൾ ബോംബ് വീണിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾ എല്ലാവരും മനുഷ്യരല്ലേ. ബോംബ് വീണല്ലേ അയാളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. CPM-ന്റെ ശക്തി കേന്ദ്രമാണ് കുടക്കളം. അക്ഷരാർത്ഥത്തിൽ ഒരു പാർട്ടി ഗ്രാമം. അതുകൊണ്ട് തന്നെ CPM-നെതിരെ പ്രതികരിക്കാൻ ആരും മുതിരാറില്ല. ഈ വീടിന്റെ പറമ്പത്ത് നിന്ന് 3 ബോംബ് ഇവരെടുത്തോണ്ട് പോയിട്ടുണ്ട്. പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. ഇവിടെയുള്ള ആൾക്കാർ പാർട്ടിക്കാരെടുത്തോണ്ട് പോയിട്ടുണ്ട്. എന്നാൽ യുവതി പറഞ്ഞ വാദങ്ങൾ മുഴുവൻ തള്ളുകയാണ് CPM. നമ്മുടെ അവിടെയുള്ള പരിസരവാസിയാണ്. പക്ഷെ അവർ കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് അവിടെ താമസമുള്ള ആളല്ല. ഒരു കല്യാണം കഴിഞ്ഞു പോയ ആളാണ്. മൊത്തം ജനങ്ങളെയും ഭയചകിതരാക്കുന്ന രീതിയിലേക്ക് ഈ ഒരു വാർത്ത കൊണ്ടുപോകുന്നത് ആ പ്രദേശവാസികളെ കൂടി പേടിപ്പിക്കുന്ന രീതിയിലാണ്. യുദ്ധഭൂമിയിൽ ബോംബുകൾ കുഴിച്ചിടുന്ന അവസ്ഥയിലാണ് കണ്ണൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ എന്നതാണ് ഷാഫി പറമ്പലിന്റെ ആരോപണം. മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും പൂർണ്ണ പരാജയമെന്നും പുതിയ MP പറഞ്ഞു വെക്കുന്നു. ഇതിൻ്റെയും പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ അവർ രംഗത്ത് വരുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത് അറിയാത്തൊരു സ്ഥലത്തുനിന്ന് കടന്ന് ഒരാൾ തുറക്ക് നോക്കി പൊട്ടി മരിച്ചു. പക്ഷെ ഒരു കാര്യം, ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു വിഭാഗമുണ്ട്. അത് കേരളത്തിലെ പോലീസ് സംവിധാനമാണ്. ബോംബ് സ്ഫോടനത്തിൽ നിരപരാധികൾ കൊല്ലപ്പെടുന്നത് ഇതാദ്യത്തെ സംഭവമല്ല. ഇത്തരം കേസുകളിൽ ഒരു പ്രതിയെപ്പോലും പിടികൂടാൻ പോലീസിന് ഇതുവരെയുമായിട്ടുമില്ല. ഭയത്തോടെ ഇത്തരം പ്രദേശത്തെ ആളുകൾ എത്ര നാൾ ഇങ്ങനെ ജീവിക്കണം? സർക്കാരും പോലീസുമാണ് മറുപടി നൽകേണ്ടത്. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.